ഹായ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വചന സംഘങ്ങൾ, അതുപോലെ മറ്റേ വേടൻ്റെ പാട്ടുണ്ടല്ലോ, റാപ്പ് റാപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വിലയിരുത്താം നമുക്ക്. ഓക്കെ, ഞാൻ കുറച്ച് വീഡിയോസ് പ്ലേ ചെയ്യാം. അത് കേട്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം. ഓക്കെ. അന്നപൂർണേശ്വരിക്ക് അനന്തകോടി പുണ്യം തേടി എത്തിടുന്നു ഭക്തകൾ കീടുന്നു അമ്മയ്ക്ക് പൊങ്കാല ആറ്റുകാൽ പൊങ്കാല പൊങ്കാല ആറ്റുകാൽ പൊങ്കാല ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല പൊങ്കാല ആദിപരാശക്തിക്ക് പൊങ്കാല പൊങ്കാല ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല പൊങ്കാല അന്നപൂർണേശ്വരിക്ക് പൊങ്കാല പൊങ്കാല അനന്തകോടി പുണ്യം തേടി എത്തിടുന്നു ഭക്തകൾ കീടുന്നു അമ്മയ്ക്ക് പൊങ്കാല ആറ്റുകാൽ പൊങ്കാല പൊങ്കാല ആറ്റുകാൽ പൊങ്കാല മധുരയിൽ കണ്ണകിയായ ആറ്റുകാലിലംബികയായി ആനന്ദരൂപിണിയായി അനന്തപുരിക്ക് അനുഗ്രഹമായി മധുരയിൽ കണ്ണകിയായ ആറ്റുകാലിലംബികയായി ആനന്ദരൂപിണിയായി അനന്തപുരിക്ക് അനുഗ്രഹമായി മംഗളമരുളണം അംബികയായി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല പൊങ്കാല ആദിപരാശക്തിക്ക് പൊങ്കാല പൊങ്കാല ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല പൊങ്കാല അന്നപൂർണേശ്വരിക്ക് പൊങ്കാല പൊങ്കാല അനന്തകോടി പുണ്യം തേടി എത്തിടുന്നു ഭക്തകൾ കീടുന്നു അമ്മയ്ക്ക് പൊങ്കാല ആറ്റുകാൽ പൊങ്കാല പൊങ്കാല ആറ്റുകാൽ പൊങ്കാല 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 കുംഭമാസപൂരം നാളിൽ എത്തിടുന്നു തിരുനടയിൽ അനുഗ്രഹദായിനിക്കായി കിടുങ്ങി പൊങ്കാല കുംഭമാസപൂരം നാളിൽ എത്തിടുന്നു തിരുനടയിൽ അനുഗ്രഹദായിനിക്കായി കിടുങ്ങി പൊങ്കാല അനുഗ്രഹം നൽകണം അംബികയേ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല പൊങ്കാല ആദിപരാശക്തിക്ക് പൊങ്കാല പൊങ്കാല ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല പൊങ്കാല അന്നപൂർണേശ്വരിക്ക് പൊങ്കാല പൊങ്കാല അനന്തകോടി പുണ്യം തേടി എത്തിടുന്നു ഭക്തകൾ കീടുന്നു അമ്മയ്ക്ക് പൊങ്കാല ആറ്റുകാൽ പൊങ്കാല പൊങ്കാല ആറ്റുകാൽ പൊങ്കാല പൊങ്കാല മഗിരി തനയേ മലതേ
ഹിമഗിരി തനയേ മലതേ അമ്മ ഈശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരി തനയേ മലതേ അമ്മ ഈശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരി തനയേ മലതേ. ഓക്കെ, ഇത് കണ്ടല്ലോ, മൂന്നും വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു. ഓക്കെ, വളരെ ഡിസിപ്ലിനോട് കൂടിയാണ് രണ്ട് ഭജന സംഘങ്ങൾ അവരുടെ ഭജന നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നതും അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് എല്ലാവരും അതിൻ്റേതായ ആ ഒരു അച്ചടക്കത്തോടു കൂടിയാണ് അത് കാണുന്നത്. എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്, കൈകൊട്ടുന്നുണ്ട്, എല്ലാം ഓക്കെ. അത് കഴിഞ്ഞ് റാപ്പ്, വേടൻ, ഈ സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്കെന്താണ് തോന്നുന്നത്? പക്ക ഞാൻ പറയാം, അവിടെ ഡ്രഗ്സ് ഉപയോഗം വളരെ കാര്യമായ രീതിയിൽ നടക്കുന്നുണ്ട്. വളരെ വളരെ മോശപ്പെട്ട രീതിയിൽ നടക്കുന്നുണ്ട്. അതിനൊത്താശ ചെയ്യാനായിട്ട്, കൊട പിടിക്കാനായിട്ട് ഒരു സർക്കാരും സംസ്ഥാന അവാർഡ് കൊടുക്കുക, അവനെ കെട്ടി എഴുന്നള്ളിച്ച് സ്റ്റേജുകൾ തോറും കൊണ്ടു നടക്കുക. ഇത് ഇപ്പം നമ്മൾ കണ്ടുവരുന്നതാണ്. ശബരിമല വിഷയങ്ങൾ തൊട്ട് നമ്മൾ ഇവരുടെ ആ ഒരു പിന്നെ എയിം, അവരുടെ ആ ഒരു ചിന്താഗതി എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. എന്നിട്ട് അതിനകത്ത് ഇപ്പം അയ്യപ്പ സംഗമം ഒന്നും നടത്തിയിട്ടൊന്നും വലിയ കാര്യമുണ്ടായില്ല. പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ഹെൽമറ്റും വെച്ച് ബാക്കിയുള്ള സേഫ്റ്റി ആയിട്ടുള്ള അത് വെയറിങ് എല്ലാം ചെയ്ത് ശബരിമല വരെ എത്തിച്ചു, അകത്ത് കയറ്റി. അതിന് ഭയങ്കര വീമ്പളക്കി ഞങ്ങൾ സർക്കാർ പിന്നെ സുപ്രീം കോടതിയുടെ ഓർഡറുകൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഓക്കെ. പക്ഷേ ഏറ്റ മുറിവുകളുണ്ടല്ലോ, ഹൃദയത്തിലേറ്റ മുറിവുകൾ ഏത് മതസ്ഥർക്കും അത് ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റത്തില്ല. ഇന്നതേ ഒരു മൊയ്ലിയാർ പറഞ്ഞിരിക്കുന്നു, കേട്ടല്ലോ എല്ലാവരും. നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പിന്നെ
എല്ലാ സൗകര്യങ്ങളും മുസ്ലിം സഹോദരങ്ങൾ ചെയ്തു കൊടുക്കണം. അവരുടെ അവർ നമുക്ക് നൊയമ്പാണ്, എന്നിരുന്നാലും അവർ വരുമ്പോൾ അവർക്ക് ഭക്ഷണവും വെള്ളവും നമ്മുടെ സ്ഥല സൗകര്യങ്ങളും എല്ലാം അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം എന്ന് ഒരു ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. വളരെ നല്ല കാര്യമാണ് ആ സഹോദരൻ പറഞ്ഞത്, വളരെ നല്ല കാര്യമാണ്. ഞാൻ പറയും മതസൗഹാർദ്ദം വേണം, ഇങ്ങനെയുള്ള ആഘോഷങ്ങളും വേണം, ഈ ഭജന പാടുന്നതും ഇതെല്ലാം വേണം. അത് ഭജന പാടുന്നത് മറ്റുള്ള റോഡുകളിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടോ അസൗകര്യങ്ങളോ ഉണ്ടാക്കുന്ന രീതിയിലാവരുത്. അവരവരുടെ പുരയിടത്തിൽ അവരവരുടെ ഏതെങ്കിലും ഹോളുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ വേണം ഇത് ചെയ്യേണ്ടത്. വേടനെന്തോ കാണിക്കുന്നത്? ഏതെങ്കിലും പബ്ലിക് പ്ലേസിൽ, ഓപ്പണായിട്ടുള്ള പ്ലേസിൽ സ്റ്റേജും മറ്റു കാര്യങ്ങളും ഗുണ്ട സംഘങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങുക, ഇത് ചെയ്യുക. അതിന് ഇപ്പം കേരളത്തിൽ നല്ലൊരു ഒരു എന്തുവാ പറയുന്നത്, ആ ഒരു സാഹചര്യമാണുള്ളത്. മയക്കുമരുന്ന് വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും അത് ഉപയോഗിച്ചിട്ട് കൊലപാതകങ്ങളും മറ്റു കാര്യങ്ങളും ക്രിമിനൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നമ്മൾ ഈ പാട്ടുകളെയെല്ലാം പ്രോത്സാഹിപ്പിക്കണം. ഈവൻ മാപ്പിളപ്പാട്ട്, മറ്റുള്ള ക്രിസ്ത്യൻസിൻ്റെ സോങ്സ്, ഇതെല്ലാം അവർ ആഘോഷിക്കട്ടെ. അതെല്ലാം വളരെ ഡിസിപ്ലിനോടുകൂടി അവരവരുടെ ലൊക്കാലിറ്റിയിൽ ചെയ്തോട്ടെ. ഇതെല്ലാം നല്ല കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ തീർച്ചയായിട്ടും പറയണം കേട്ടോ. ഇത് വലിയൊരു ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതെല്ലാവരും ആഘോഷിക്കുകയും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുകയും കാണിക്കുകയും ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.